എനിക്കതൊരു ശ്വാസം മുട്ടണ അവസ്ഥയാണ്. ഇപ്പോഴാണ് എനിക്കത് ഭയങ്കരമായിട്ട് കൂടിയത്. ആഫ്റ്റർ ദാറ്റ് ഇൻസിഡൻ്റ് ആണ് എനിക്ക് ഇത്രയും പ്രശ്നമായത്. ഇപ്പോഴും ഓവർകം ചെയ്യാൻ അതിനൊന്ന് ശേഷം ശ്രദ്ധിച്ചാൽ അറിയാം, ഞാൻ വളരെ റെയറായിട്ടേ ഞാൻ ഈ മീഡിയാസിന് മുമ്പിൽ എത്തിയിട്ടുള്ളൂ. കാരണം ഞാൻ സ്റ്റിൽ അതിനെ റിക്കവർ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ എനിക്ക് പല ഫുഡിനും അലർജി ഉണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇന്ന അലർജി ഉള്ള സാധനം, ഫോർ ലൈക്ക് ഇപ്പം ഷ്രിമ്പ് ആണെങ്കിൽ ചെമ്മീൻ കഴിക്കുമ്പോൾ ഗ്രേസിന് ചെമ്മീൻ കഴിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഗ്രേസിന് ഇന്ന അലർജി ഉണ്ടെന്ന് അറിയാവുന്ന ഒരാൾ ഗ്രേസിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അത് കഴിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്താണ് ബോഡി റിയാക്ട് ചെയ്യാൻ പോണതെന്നും ഗ്രേസിന് എന്താണ് ആ സമയത്ത് വരാൻ പോണതെന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ഇങ്ങനെ നമുക്ക് ശ്വാസം മുട്ടി നമ്മൾ ചിലപ്പോൾ സ്പോട്ടിൽ ബ്ലാക്ക് ഔട്ട് ആവും. അപ്പോൾ അടുത്ത് നിൽക്കുന്ന ആൾക്ക് അറിയണം ഇത് കഴിച്ചുകൊണ്ടാണ്, എന്നാലേ അതിനനുസരിച്ചുള്ള നമുക്ക് എന്തെങ്കിലും മെഡിക്കൽ സഹായങ്ങൾ കിട്ടത്തുള്ളൂ. അതേപോലെ ഞാൻ ഇങ്ങനത്തെ ഒരു അതേ സംഭവം ഇവിടെ വരുവാണെന്ന് വെച്ചാൽ, എനിക്ക് ആ സമയത്ത് എന്തെങ്കിലും വന്ന് പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മീഡിയ സുഹൃത്തുക്കളോട് എനിക്ക് കുറച്ച് ശ്വാസം വിടാനുള്ള ഒരു സ്പേസ് തന്നു കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ആയിരിക്കും. അല്ലെങ്കിൽ എനിക്കറിയത്തില്ല എന്താ അവിടെ സംഭവിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ചെന്നിട്ട് ഞാൻ അതുപോലെ തിരിച്ചു പോകും. അങ്ങനെ ചില സാഹചര്യങ്ങൾ ചെയ്താലോ എന്നൊരു ആലോചിച്ച് പോയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ജോലി ഒന്ന് ആലോചിക്കുക, ഈ ജോലിക്ക് അത് വേണം, അവരുടെ അറ്റൻഷൻ വേണം, അവരും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പടം പ്രൊമോട്ട് ചെയ്യാൻ എല്ലാം ചെയ്യുന്നുണ്ട്. എല്ലാം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലും എല്ലാം ഒരു ബാലൻസിൽ പോകണം അല്ലേ? ആ ബാലൻസിൽ പോകുമ്പോഴാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി. അല്ലെങ്കിൽ വേസ്റ്റ് ബിൻ വെച്ചിട്ട് സൈഡിൽ കൊണ്ട് വേസ്റ്റ് ഇടുന്ന അവസ്ഥയാണ്. നമ്മൾ ആ വേസ്റ്റ് ബിൻ യൂസ് ചെയ്താലേ ആ വേസ്റ്റ് ബിന്നിൻ്റെ ഒരു ഗുണമുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പറായിട്ട് ആ സാധനം നമ്മൾ അതുപോലെ യൂസ് ചെയ്യണ്ടേ. ഫോൺ കേസ് മേടിച്ചിട്ട് കേസ് ഇട്ട് ഹലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കേസിൻ്റെ ഉള്ളിൽ ഫോൺ വന്നാലേ അത് ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് പ്രയോജനമുള്ളൂ. സോ നല്ല ടീച്ചറായിരുന്നല്ലേ, കുറെ എക്സാമ്പിളൊക്കെ പറഞ്ഞെടുത്തിട്ട്. ഈശ്വര ഭയങ്കര ബോറിംഗ് ആണല്ലേ. അല്ല നൈസ് നൈസ്. നമുക്ക് ഇപ്പോൾ ലെജൻസിനൊക്കെ അടുത്ത് കിട്ടിയിട്ട് നമ്മൾ വിചാരിക്കും ഇവരിൽ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാം, നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് ജീവിതത്തിൽ അല്ലെങ്കിൽ സിനിമയിൽ ഉപയോഗിക്കാം എന്നൊക്കെ. പക്ഷെ ലിറ്ററലി ആ സമയത്ത് അത് നമുക്ക് പറ്റില്ല. പക്ഷെ ഇൻവോളണ്ടറിലി ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. എനിക്കറിയാം ഗ്രേസ് വിചാരിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ നമുക്ക് കണ്ടപ്പോൾ പഠിക്കാൻ പറ്റുമെന്ന്, പക്ഷെ ചിലപ്പോൾ അത് നടന്നിട്ടുണ്ടാവില്ല. പിന്നെ അത് ഹെൽപ്ഫുൾ അങ്ങനെ ഒരു അനുഭവം ഉണ്ടോ? മമ്മൂക്കയുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഭിനയമൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് ക്വാളിറ്റി സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും. അതെല്ലാ ആക്ടേഴ്സും ചെയ്യുന്നതാണോന്ന് അറിയില്ല. നമുക്ക് അങ്ങനെ പോയി വാനിലൊന്നും പോയിരിക്കുന്ന ആളല്ല. കൂടെ അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ ഇട്ടിരുന്ന് വർത്താനം പറഞ്ഞ് അങ്ങനെ ഒരു എൻവയോൺമെന്റ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്യും. ഇറ്റ്സ് എ കംഫർട്ട് സ്പേസ്. അത് ഒരു 5 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ ആ 5 വയസ്സുള്ള കുട്ടിയുടെ ലെവലിലേക്കും, ഒരു 50 വയസ്സുള്ള ആളാണെങ്കിൽ അദ്ദേഹത്തിന്റെ ലെവലിലേക്കും, ഒരു 15 വയസ്സുള്ള ആളാണെങ്കിൽ അദ്ദേഹത്തിന്റെ ലെവലിലേക്കും വരും. അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എനിക്ക് ഒരു രീതിയിലേ സംസാരിക്കാൻ അറിയുള്ളൂ. അത് 5 വയസ്സാണെങ്കിൽ 50 വയസ്സാണെങ്കിൽ എനിക്ക് ഒരു രീതിയിൽ സംസാരിക്കാൻ അറിയുള്ളൂ. പക്ഷെ മമ്മൂക്ക അങ്ങനെയല്ല. മമ്മൂക്ക ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഞാൻ ഇത്ര നെർവസ് ആണ്, ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട് ഇരിക്കണമെന്ന് പറഞ്ഞപ്പോൾ മമ്മൂക്ക എന്നെ കംഫർട്ടാക്കാൻ വേണ്ടി ഇല്ലാത്ത ചളികളും ഇല്ലാത്ത കോമഡികളും ഒക്കെ പറഞ്ഞ് എന്നെ ചിരിപ്പിക്കാനും കംഫർട്ടാക്കാനും ശ്രമിച്ചിട്ടുണ്ട്. അതേ മൊമെന്റ് ഞാനങ്ങ് മാറിക്കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ വരുമ്പോൾ സ്പോട്ടിൽ അദ്ദേഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്ക പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് അദ്ദേഹം ചർച്ച ചെയ്യുന്നത്. ഒരു മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ വിഷ്ണു ഒരു പുതിയ ഒരു 50 കാര്യങ്ങളും നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് പഠിക്കാൻ പറ്റും. ഞാൻ ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞു ഞാൻ ഞെട്ടിപ്പോയൊരു സംഭവമുണ്ട്. സോറി ബ്രേക്ക് ചെയ്യല്ല, ഇപ്പം അല്ല ഞാൻ പറയാൻ പറ്റില്ല. അതായത് നമുക്ക് ഒരു ഗ്രൂപ്പ് ഇൻ്റർവ്യൂവിന് വന്നതാ. അപ്പം നമുക്ക് മറ്റേ ഈ മൈക്ക് വെച്ചിട്ട് പറഞ്ഞു എന്താ മൈക്കല്ലേ വെച്ചിരിക്കുന്നത്? അല്ലടോ, ഈ മൈക്കിനൊരു ഇൻപുട്ടുണ്ട്, ഇത് വെച്ചാൽ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. അതായത് നമ്മുടെ കോളർ മൈക്കിൻ്റെ അവിടെ നിന്ന് എക്സ്ട്രാ വേറൊരു മൈക്കും കൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കുറച്ചും കൂടി ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് സൗണ്ട് റിസീവ് ചെയ്യാൻ പറ്റുമെന്ന്. വർക്ക് ചെയ്യണം, ഞങ്ങളത് ചിന്തിച്ചിട്ടില്ല. ശരിയാണ്. ഇതുപോലെ 100 കാര്യങ്ങൾ നമുക്കൊരു മൊമെന്റിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പഠിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, അഭിനയം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു ഇൻഫർമേഷൻ്റെ കലവറയെന്ന് തന്നെ പറയും. ഇതൊക്കെ എവിടെ സമയം കിട്ടുമെന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ നമ്മളൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നതാണ് സ്പോട്ടിൽ മമ്മൂക്കയുടെ റിപ്ലൈ വരും. കഴിഞ്ഞ ദിവസം എനിക്ക് പറന്നുപോ കണ്ടിട്ട് മമ്മൂക്ക മെസ്സേജ് അയച്ചു, ഗ്രേറ്റ് വർക്ക്, ഗുഡ് ജോബ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കിതിന് എന്താ റിപ്ലൈ കൊടുക്കേണ്ടതെന്ന് അറിയില്ല. റിപ്ലൈ നമ്മളിപ്പോൾ മമ്മൂക്കടുത്ത് ഹായ് ഹൗ ആർ യു എന്ന് വല്ലതും എനിക്ക് ചോദിക്കാൻ ഭയങ്കര പാടാണേ. ഞാൻ പറഞ്ഞ പോലെ എങ്ങാനും നമ്മൾ വല്ല ഈദിനോ അങ്ങനെയൊക്കെ വല്ലതും ചോദിച്ചു കഴിഞ്ഞാൽ ഹായ് ഹൗ ആർ യു സ്മൈലി. അപ്പോൾ നമ്മൾ ഇത് സുഖമാണെന്നാണോ അതോ മടുത്ത് പൊക്കോ എന്നാണോ അതോ എന്ന് ഉപേക്ഷിക്കാതെ വിടുമോ എന്നാണോ നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ എന്നാലും അദ്ദേഹം എല്ലാത്തിനും ഒരു സമയം കണ്ടെത്തുന്നുണ്ട്. ആര് മെസ്സേജ് അയച്ചാലും ആദ്യമേ ഞാൻ മമ്മൂക്കയുടെ അടുത്ത്
നമ്മൾ നമ്പർ ചോദിക്കണത് ഭയങ്കര റെയറാ. എനിക്ക് നമ്പർ തരുമെന്നൊക്കെ ചോദിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ മനസ്സിലായോ അവർക്ക് നമ്പർ ഞാൻ താല്പര്യം ഇല്ലെങ്കിലോ. അപ്പോൾ ഞാൻ മമ്മൂക്കടുത്ത് റോഷാക്ക് അവസാനമായി ഷൂട്ട് കഴിഞ്ഞു, 1 മാസത്തോളം ഷൂട്ടിങ് കഴിഞ്ഞിട്ട് അവസാന ദിവസം നമുക്ക് നമ്പർ, എൻ്റെ നമ്പർ കേരളത്തിൽ കൊച്ചു കുട്ടികളുടെ കയ്യിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്പർ തരാം, ജോർജിനോട് ചോദിച്ചാൽ പറയുന്നില്ലെന്ന് ചോദിച്ചു. അപ്പോൾ അതും എനിക്ക് പ്രശ്നമായി, ജോർജിനോട് പോയി നമ്പർ ചോദിക്കാൻ. നമുക്ക് അനുവദിച്ചാൽ പോയി ചോദിച്ചാൽ മതി എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ. അങ്ങനെ നമുക്ക് നമ്പർ തന്നു. അന്നോട്ട് മെസ്സേജ് അയക്കും ഇടയ്ക്ക്, വല്ല ഇതിനോ ഓണത്തിനോ ഒക്കെ മെസ്സേജ് അയക്കും. അപ്പോൾ സ്പോട്ടിൽ റിപ്ലൈ ഉണ്ടാവും. ഞാൻ സർജറി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പോൾ എനിക്ക് എന്താ റിപ്ലൈ കൊടുക്കേണ്ടതെന്ന് അറിയില്ല. നേരിട്ട് കാണാൻ എനിക്ക് സംസാരിക്കാനായിട്ട് ഓക്കെയാണ്, അല്ലാതെ എനിക്ക് എന്താ റിപ്ലൈ കൊടുക്കേണ്ടതെന്ന് അറിയില്ല. ടെൻഷനാണ്, ഞാനിത് കൊടുത്തത് എങ്ങനെ എടുക്കും, അയ്യോ ഇത്. അതുകൊണ്ട് മാക്സിമം എനിക്ക് റോഷാക്ക് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഒരു കോള് വന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ മമ്മൂക്ക, ഇനി വല്ല ട്രൂ കോളറിൽ വേറെ ആരെങ്കിലും സേവ് ചെയ്തിട്ട് വിളിച്ചേക്കാണ്. എനിക്ക് മമ്മൂക്ക എന്നെ വിളിക്കേണ്ട ഒരു കാര്യമില്ല, എനിക്കിത് എടുക്കണോ ഇല്ലയോ എന്ന് അറിയാൻ പാടില്ല. ഞാൻ ഏതോ ഷോപ്പിംഗ് മോളിൽ നിൽക്കുക. അച്ഛാ ഞാൻ പറയും ഇതാരാ വിളിക്കണേ? അപ്പോൾ അവർ മമ്മൂക്ക എടുക്കണോ? എന്നിട്ടാണ് ഞാൻ എടുത്തത്. കാരണം എനിക്ക് തന്നെ അറിയില്ല ഞാൻ സേവ് ചെയ്ത് വെച്ചേക്കുന്നത് ഒറിജിനലാണെന്നറിയാം. പക്ഷെ സ്റ്റിൽ എന്നെ വിളിക്കേണ്ട കാര്യം എന്തിരിക്കും? വിളിച്ച വേറൊന്നുമല്ല, പടം കണ്ടിട്ട് ഫാമിലി എന്ത് പറഞ്ഞു, റോഷാക്ക് കണ്ടിട്ട് വേറെ ആരെങ്കിലും വിളിച്ചിട്ട് നല്ലതെന്ന് പറഞ്ഞു, അതിന്റെ റെസ്പോൺസ് എന്താണെന്ന് നമ്മുടെ സൈഡിൽ നിന്നും കൂടെ അറിയാൻ വേണ്ടി വിളിച്ചതാണ്. അപ്പൊ അങ്ങനത്തെ വേറൊരു സൈഡും ഉണ്ട്. അപ്പം റാം സാറിനോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റാം സാർ മമ്മൂക്കയെ പറ്റി പറയാനേ നേരമുള്ളൂ, അതിന് പറയാൻ വേണ്ടി മാത്രമേ നേരമുള്ളൂ. മമ്മൂക്കയെ പറ്റി ഒരു എപ്പിസോഡ് വേണമെങ്കിൽ റാം സാറിനോട് ചെയ്യാം. അപ്പം ഞാൻ അതുകൊണ്ട് പറയുവാണ്, ജസ്റ്റ് പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം മലയാള സിനിമകളെ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ആളാണ് റാം സാറ്. അപ്പോൾ ഞാൻ ഇങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്കും പറഞ്ഞു, ഗ്രീസ് உங்களுக்கு தெரியுமா பேரன்பு பண்ணும்போது മമ്മൂക്ക വന്നിട്ടാറ്. സോ ഫസ്റ്റ് ഷോട്ടിൽ നമുക്ക് നിറയെ സൺഡേ ഭയങ്കര, ഞാൻ തമിഴ് പറഞ്ഞല്ലോ, ഞാൻ തമിഴ് പറഞ്ഞു, ரொம்ப சண்டை. அப்போ ഞാൻ പറയാം എന്താ റാം സാർ എന്താ പ്രശ്നം? ഈ பெரிய ஈகோ கிளாஷ் தான், அவர் பெரிய நடிகர், நான் ஒரு டைரக்டர், ஸோ നമുക്ക് நிறைய സൺഡേ ഇരുந்துச்சு, അപ്പോൾ സൺഡേ എല്ലാം ചൊല്ലിയാச்சு. ഓക്കെ സാർ. അപ്പോൾ ഞാനിങ്ങനെ ഇതാണോ സൺഡേ? ഓക്കെ ഫൈൻ. പക്ഷെ നമുക്കിവിടെ അത് വലിയ സൺഡേ അല്ല. ഓക്കെ ഫൈൻ, അങ്ങനെ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു അടുത്ത ഷോട്ട് എടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഇത്തിരി വഴക്കിൻ്റെ ഒരു ഇതിലൊക്കെ നിൽക്കുവാണ്. അപ്പോൾ പറഞ്ഞു ഇങ്ങനെയാണ് ഇൻസിഡൻറ്റ്. അപ്പോൾ എന്താ സാർ நம்ம பண்ண போகிற ஷார்ட் என்னன்னா சார் நீங்கள் வந்து ஒரு டொமேட்டோ இருக்குது, டொமேட்டோ கட் பண்ணுற சீன் தான். அப்படி எப்படி கட் பண்ணணும்? அப்புறம் இப்படி கட் சார், நீங்கள் ஏதாவது கட் பண்ணுங்க சார் அப்படி சொல்லிட்டு റാം സാർ പോയി. ഇപ്പോൾ ഇവർക്കിടയിൽ ആ ഒരു ചകടേ സാധനമുണ്ട്. അങ്ങനെ പോയിട്ട് ഇപ്പോൾ റാം സാർ ഇച്ചിരി ഡള്ളായിട്ട് ഇരിക്കുവാണ്. വഴക്കമുണ്ടായല്ലോ ഫസ്റ്റ് ഷോട്ട്. അപ്പോൾ ഫസ്റ്റ് ഷോട്ട് മമ്മൂക്ക ഇല്ലാതെയാണ് റാം സാർ എടുത്തത്. അതിൻ്റെ എന്തോ ആണെന്ന് തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അപ്പോൾ ആ ക്ലാസ്സിൽ നിന്നിട്ട് സാർ ആക്ഷൻ പറഞ്ഞു. മമ്മൂക്ക ഈ ടൊമാറ്റോ കട്ട് ചെയ്തു എന്ന് പറഞ്ഞു. ടൊമാറ്റോ ഇങ്ങനെ കട്ട് ചെയ്തു. അപ്പോൾ റാം സാർ പറയാം, ரேஸ் உங்களுக்கு தெரியுமா? எனக்கு தெரியாது. அந்த மொமெண்ட்டில் நான் என்கிட்டே சோறு சொன்னேன், சும்மா ஒரு டொமேட்டோ கட் பண்ணுற ஷோட்டு தான். அந்த ஷோட்டு முடிஞ்சதுக்கப்புறம் இந்த படம் இவர் இல்லாமல் யாராலும் பண்ண முடியாது. ഒന്ന് ആലോചിക്കുക, ഒരു വേറെ റിയാക്ഷൻ ഇല്ല, ഡയലോഗ് ഇല്ല, ഒന്നുമില്ല, ഒരു തക്കാളി കട്ട് ചെയ്യുന്ന ഒരു ഷോട്ട്. അപ്പോൾ ഞാൻ പറയാം, അപ്പോൾ റാം സാർ പറഞ്ഞു എനിക്ക് പിന്നെ ഇതിന് നമ്മളൊരു സോറി ചോദിക്കുക, നമ്മളൊരു റിയലൈസേഷൻ ഉണ്ടല്ലോ നമുക്ക്, നമ്മൾ ചെയ്തു പോയത് വേണ്ടായിരുന്നു എന്നുള്ളൊരു സാധനം. അതായത് മറ്റൊരാളുടെ ഒരു റിസൾട്ടോ അല്ലെങ്കിൽ വേറെ അയാൾ ചെയ്യുന്നൊരു പ്രവൃത്തി കണ്ടിട്ട് ഞാനതിങ്ങനെ റിയാക്ട് ചെയ്യണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു റിഗ്രറ്റ്. അത് റാം സാർ പറയാം, എനിക്കത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ മമ്മൂക്കോട് പറഞ്ഞു നമുക്ക് ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. നമുക്ക് ഇത്രയേ ഉള്ളൂ ഷോട്ട്, നമുക്ക് ഇത്രയേ ഉള്ളൂ പൊക്കോളാൻ പറഞ്ഞത്. മമ്മൂക്കയെ പറ്റി പറയാനാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വാതോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കും.